മഹി കാണുന്ന ആ അമ്മയും മാർക്കോയും ഒക്കെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതാരം എടുത്ത ദൈവത്തിന്റെ കാലാളുകളാണോ? എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം സാർ. സാർ വാ. നല്ല ചൈതന്യമുള്ള വിഗ്രഹമാണ്. ഇവിടെ പൂജാരി ഒന്നുമില്ലേ? അതിരാവിലെ വരും. ഭഗവാനെ ഒരുക്കിയിട്ട് ദീപങ്ങളൊക്കെ കൊളുത്തിയിട്ട് പൂജാരി പോവും. ഇവിടെ ഭഗവാന് മുന്നിൽ കൈകൂപ്പി നിന്നപ്പോ എന്തോ ഒരു കുളിര് ഇരച്ചു കയറിയതുപോലെ. നല്ല ശക്തിയുള്ള അമ്പലം. അതെ സാർ, നല്ല ശക്തിയും ചൈതന്യമുള്ള അമ്പലമാണ്. ദേ എള്ളുകിഴി ഇരിപ്പുണ്ട്. അതെടുത്ത് ദീപത്തിൽ കത്തിച്ച് തലക്കുഴിഞ്ഞ് അവിടെ വയ്ക്കും. ഇനി പോവാം സാറേ. ഇനി ഇടയ്ക്ക് ഇവിടെ വരണം. ഒറ്റയ്ക്കല്ല, മഹിയും കൂട്ടി. ഇന്ന് അയാൾക്ക് അയാളുടെ കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരുമിച്ച് വരായിരുന്നു. ഈ അമ്പലത്തിൽ വെച്ച് മഹാലക്ഷ്മി രക്ഷപ്പെട്ടത് സാറിപ്പോൾ പ്രാർത്ഥിച്ച ഭഗവാന്റെ ശക്തി കൊണ്ടാ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് തൊഴണം. അത് മാർക്കോ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ വരും. സാറിരിക്കെ, ഒരു നിമിഷം, ഞാനിപ്പോൾ വരാം. എന്താ, തൊഴുതിട്ട് മതിയായില്ലേ? ആ, അങ്ങനെയും പറയാം.
നീ വന്നോ മാർക്കണ്ടേയ? വന്നമ്മേ. കണ്ണമ്മോനെ കൊണ്ട് തൊഴിയിച്ചോ? ആ, തൊഴുതിട്ടിപ്പോ കാറിലിരിക്കുക. മല കയറാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെന്ന് ഞാൻ മഹാലക്ഷ്മിയോട് പറഞ്ഞു കഴിഞ്ഞു. നിഴല് പോലെ നീ അമ്മോന്റെ കൂടെ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ ഞാനും കൂടെ പോയാൽ മാലയിട്ടത്. ഞാൻ തന്ന വേല് നിന്റെ കയ്യിലുണ്ടല്ലോ. അത് ഭദ്രമായിട്ട് എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടമ്മേ. നിങ്ങൾ യാത്ര പോയി തിരിച്ചു വരുന്നത് വരെ ഞാൻ പ്രാർത്ഥനയിലായിരിക്കും. മുൻപ് കണ്ണമ്മോന്റെ പിറന്നാൾ ദിവസം, അതായത് ഒരു തൃക്കാർത്തിക ദിവസം, കണ്ണമ്മോനൊരു അയ്യപ്പ വിഗ്രഹം കൊടുത്തിട്ട് മോനെ ഞാൻ പ്രാർത്ഥിച്ചു വിട്ടതാ. അന്ന് ആ കുട്ടിക്ക് ദശാസന്ധി ആയതുകൊണ്ട് അവൻ ആപത്ത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മോശം സമയം വരുമ്പോ ദൈവങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ക്ഷേത്രത്തിന്റെ കാര്യം തന്നെ നിനക്കറിയാലോ. കാട് മൂടിക്കിടന്നിരുന്നതാ. ഇപ്പൊ ശാപമോക്ഷം കിട്ടി. അതുകൊണ്ടാ വിളക്ക് തെളിയിച്ചു തുടങ്ങിയത്. ഇനി ഇവിടുത്തെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് ആള് കൂടി തുടങ്ങും. പിന്നീട് ഇതൊരു മഹാക്ഷേത്രമാവും. അങ്ങനെ തന്നെയാണ് മനുഷ്യനും ശാപമോക്ഷം കിട്ടുന്നത്. അറിയാം. അന്ന് കണ്ണമ്മോന് ആപത്തുണ്ടാവുമെന്ന് കരുതി ഞാൻ ധ്യാനത്തിലിരുന്നതുകൊണ്ടാ അന്ന് കുട്ടിയുടെ ആയുസ് ദൈവം എടുക്കാതിരുന്നത്. പക്ഷേ പിന്നീടുള്ള ജീവിതം ജഡം കണക്കെ ആയിപ്പോയി എന്ന് മാത്രം. അതിനിപ്പോ മോചനം കിട്ടിയില്ലേ അമ്മേ? കിട്ടി. ഇനിയും മോചനം ഉണ്ടാവും. അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇത്തവണ മല ചവിട്ടി അയ്യപ്പ ദർശനം കണ്ടു മടങ്ങി വരാൻ കണ്ണന് കഴിയണം. പിന്നെ ഒരു ശക്തിക്കും കണ്ണനെയും മഹാലക്ഷ്മിയെയും തടഞ്ഞു നിർത്താനാവില്ല. അവരുടെ വിജയങ്ങളെ തടുക്കാനും ആവില്ല. പളനിയാണ്ടവനെ ആവാഹിച്ച വേലും നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനും കൂടെ ഉണ്ടല്ലോ അമ്മേ. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. കണ്ണൻ കാണുന്ന അമ്മയും മഹാലക്ഷ്മി കാണുന്ന അമ്മയും ഒന്നാണെന്ന് അവർക്കറിയില്ല. നീയുമായി എനിക്ക് ബന്ധമുണ്ടെന്നും മഹാലക്ഷ്മിക്കും കണ്ണനും അറിയില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാത്തത്. എന്റെ ഈ ഭൂമിയിലെ ജന്മോദ്ദേശം തീരാറായോ അമ്മേ? അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. അമ്മ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നീയും ഉണ്ടാകും. അമ്മ എന്നെ അനുഗ്രഹിക്കണം. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണം. മാർക്കോ കരഞ്ഞോ? കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല സാറേ. വീണ്ടും പോയി പ്രാർത്ഥിച്ചപ്പോൾ സാറ് പറഞ്ഞതുപോലെ എന്തോ ഒരു കാന്തശക്തി ആകർഷിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞു പോയതാ. ഞാൻ കരുതിയ പോലൊന്നും അല്ലല്ലോ. മാർക്കോ ഭക്തനാണല്ലേ? എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം എനിക്കൊപ്പം സാറ് മഹാലക്ഷ്മി ഒരിടം വരെ വരണം. എങ്ങോട്ടാ മാർക്കോ? പളനിയിൽ. അതെൻ്റെ ഒരു നേർച്ചയാ. മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് പോ. മാർക്കോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീട്ടിവെക്കുന്ന പ്രശ്നമില്ല. അത് വേണ്ട സാർ. സാറ് മല കയറി വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലേ? പ്രത്യേകിച്ച് അനന്ത് സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ. അതൊക്കെ കഴിയട്ടെ. അതിനുശേഷം നമുക്ക് പോവാം പളനിക്ക്. അവിടെ സിദ്ധനായിട്ടൊരു യോഗീശ്വരനുണ്ട്. അദ്ദേഹം വേല് പൂജിച്ച് തരും. ആ വേല് സാർ എപ്പോഴും പോക്കറ്റിൽ കരുതണം. അങ്ങനെ മാർക്കോ കരുതിയിട്ടുണ്ടോ? എന്താ സംശയം? ഈ വേലിന് ശക്തിയുണ്ടല്ലോ മാർക്കോ. അതെ, ശക്തിയുണ്ട്. ഇത് തന്നെ സാറേ എന്നെ നയിക്കുന്നത്. ദൈവത്തിൻ്റെ നോട്ടമുള്ളവർക്ക് ആപത്തുണ്ടാകുമ്പോൾ
അവിടെ ഓടിയെത്താൻ എന്നെ സഹായിക്കുന്നത് ഈ വേല് തന്നെയാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ജീവിതം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. മഹി എൻ്റെ അരികിലേക്ക് വന്നതിന് ശേഷമുള്ള ജീവിതം. എൻ്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് എൻ്റെ അരികിലേക്ക് നിങ്ങളൊക്കെ വിട്ടതുപോലെയാ എനിക്ക് തോന്നുന്നത്. മാർക്കയോട് ഞാനും മഹിയും ഒരമ്മയെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ആ അമ്മയും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ച് ആ അമ്മ ഇതുവരെ കാണാനും പറ്റിയിട്ടുമില്ല. ഞാൻ കാണുന്ന അമ്മയും അയാൾ കാണുന്ന അമ്മയും ഒന്നാണോ എന്ന് ഇതുവരെ തിരിച്ചറിയാനും പറ്റിയിട്ടില്ല. എന്നെങ്കിലും ഒരിക്കല് ആ അമ്മയെ ഒന്നിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും സാറേ. സാർ കയറ്. മാർക്കോ പറഞ്ഞ് വിശ്വസിക്കുമെന്നറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് തൃക്കാർത്തികയുടെ അന്ന്, അതായത് എൻ്റെ പിറന്നാൾ ദിവസം, ഒരമ്മ എൻ്റെ അരികിലേക്ക് വന്നു. അന്ന് ആ അമ്മ ഞാൻ കൊടുത്ത വെള്ളി രൂപയ്ക്ക് പകരമായിട്ട് എനിക്ക് തന്നത് ഒരു അയ്യപ്പ വിഗ്രഹമാണ്. ആ സാർ അതിനെക്കുറിച്ച് ഇടയ്ക്ക് എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാലയിട്ട സമയത്ത് ഗുരുസ്വാമി പൂജിച്ച അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ, ആ അയ്യപ്പ വിഗ്രഹം പോലൊരു അയ്യപ്പസ്വാമിയെ എനിക്ക് ആ അമ്മയും തന്നത്. പക്ഷേ അത് മഹാലക്ഷ്മി പൂജിക്കുന്ന അയ്യപ്പ വിഗ്രഹമല്ലേ? ആ അതെ. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ അയ്യപ്പ വിഗ്രഹവും മഹാലക്ഷ്മി പൂജിക്കുന്ന ഈ അയ്യപ്പ വിഗ്രഹവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ അന്ന് എനിക്ക് ആ വിഗ്രഹം സമ്മാനിച്ച ആ അമ്മയെ തന്നെയാ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടത്. അത് സാറിന് വെറുതെ തോന്നുന്നതാ. സാറിന് 10-12 വയസ്സുള്ളപ്പോഴല്ലേ അപകടം ഉണ്ടായത്? അന്ന് സാറിന് അയ്യപ്പ വിഗ്രഹം തന്ന അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും പറയാൻ പറ്റില്ല. അല്ല, ഇനിയിപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ആ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ടാവും. ഞാൻ കണ്ട ആ അമ്മ അന്നും ഇന്നും ഒരുപോലെ തന്നെയാ. അപ്പൊ പിന്നെ അതുപോലുള്ള മറ്റേതെങ്കിലും ഒരു അമ്മയായിരിക്കും സാറ് കണ്ടത്. ആയിരിക്കും അല്ലേ? അതിനേ വഴിയുള്ളൂ. എന്നാ പോവാം. ശരി. എന്താ സാറേ, സാറെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, വെറുതെ നോക്കിയതാ. ഇന്നത്തെ ഈ ക്ഷേത്ര ദർശനം ഒരത്ഭുതം തന്നെയാ. സ്വാമി, അതിനകത്ത് എല്ലാം ഉണ്ടോ നോക്കി, പിന്നെ സമയത്തിന്റെ അടുത്ത് ഓടാൻ വയ്യ. എല്ലാം ഉണ്ട് സ്വാമി, എല്ലാം ഉണ്ട്. ഇതേ മറ്റുള്ളവർ പോകുന്നത് പോലുള്ള പോക്കല്ല. 10-20 വർഷങ്ങൾക്ക് ശേഷമാ പയ്യൻ മല ചവിട്ടുന്നത്. ഞാനും പയ്യന്റെ അച്ഛനും കൂടെ പണ്ട് മലയ്ക്ക് പോയിട്ടുണ്ട്. 1-2 തവണ പയ്യനും വന്നിട്ടുണ്ട്. അതിനുശേഷം പയ്യന്റെ അച്ഛൻ അങ്ങ് പോയതിൽ പിന്നെ കണ്ണൻ സ്വാമി മല ചവിട്ടിയിട്ടില്ല. കാല് രണ്ടും തളർന്ന ഒരാളാ മലയ്ക്ക് പോകുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന്. അറിയാം സ്വാമി. കാല് വയ്യാതെ ഇയാൾ എങ്ങനെ മല കയറുന്ന എനിക്ക് മനസ്സിലാവാത്ത. എങ്ങനെയെങ്കിലും കയറട്ടെ. ഇത്തവണത്തെ മലകയറ്റം കഠിനമായിരിക്കുന്നു മേഘേട്ടൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഒന്നും നടക്കണമെന്നില്ല മോളെ. ഇപ്പൊ എല്ലാവരുടെയും പറച്ചില് മാത്രമേ ഉള്ളൂ. എല്ലാം കഴിയുമ്പോ പറയുന്നവര് തന്നെയാ ഹോസ്പിറ്റലാവുന്നതും ജയിലിലാവുന്നതും ഒക്കെ.
മല കയറുന്ന ആൾക്ക് തുണയായിട്ട് മാർക്കോയോ അവന്റെ കൂട്ടുകാരനൊക്കെ പോകുന്നുണ്ടല്ലോ. മേഘേട്ടനും എന്റെ അച്ഛനും പറയുന്ന പോലെ ആദ്യം മാർക്കോ വീഴണം, എങ്കിലേ മറ്റുള്ളവരെ വീഴ്ത്താൻ പറ്റൂ. രാവിലെ ഒരുത്തൻ മലയ്ക്ക് പോകുന്ന ദിവസമായിട്ട് ഏതോ അമ്പലത്തിൽ തൊഴാനായിട്ട് പോയിരിക്കുക. അയാളുടെ കാലിന് സ്വാധീനം വന്നു കാണോ? എന്റെ മോളെ, മല കയറി അയ്യപ്പസ്വാമിയുടെ ദർശനം നടത്തിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ആ മണ്ടൻ തോമസ് വൈദ്യം പറഞ്ഞു കാണും. അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ നോക്കുന്നേ. അങ്ങേര് മണ്ടനൊന്നുമല്ല. മുൻപ് മരുന്നിൽ വിഷം കലർത്തിയതുകൊണ്ടാണ് ഏട്ടൻ നടക്കാത്തതെന്ന് അയാൾ ഒറ്റയടി കണ്ടുപിടിച്ചില്ലേ? അത് ശരിയാ. അതുമാത്രമാണോ? കണ്ണേട്ടൻ എന്തെങ്കിലും പുരോഗതി ഇല്ലാതെ ഇടയ്ക്കിങ്ങനെ തോമസ് വൈദ്യന്റെ അടുത്തോട്ട് പോവില്ല. ഇടതുകാലം ഇപ്പൊ ചലിക്കുകയാണെന്നും പറയുന്നു, ചലിക്കുന്നില്ല എന്നും പറയുന്നു. നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോ ചലിക്കുന്നില്ല. അത് ശരിക്കും ഞാൻ ചലിക്കുന്നത് കണ്ടതാ. അത് മേഘനും കണ്ടെന്ന് പറയുന്നല്ലോ. അപ്പൊ ഈ കാണിക്കുന്നതൊക്കെ അയാളുടെ അഭിനയായിരിക്കോ? അതാ മനസ്സിലാവാത്തത്. നടക്കാതിരുന്നിട്ട് ഈ പാട്. അപ്പൊ ഇനി അയാൾ നടന്നുകൂടി തുടങ്ങിയാലോ? നടന്നു തുടങ്ങിക്കഴിഞ്ഞാ മഹാലക്ഷ്മിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അവൾക്ക് കുഞ്ഞുങ്ങളും ജനിക്കും. അപ്പൊ പിന്നെ മരിക്കുന്നതാ നല്ലത്. അയ്യപ്പാ, പ്രതാപ, കൊറേ നേരമായിട്ട് ഏതാണ്ടൊക്കെ ആലോചിച്ചു കൂട്ടുമല്ലേ. ദാ ഈ മോര് കുടിക്ക്, തലയൊന്ന് തണുക്കട്ടെ. പിടിക്കടാ. അല്ലമ്മേ, ജന്മമാസം അവനെ താണ്ടി പോകത്തില്ലെന്നാ പറഞ്ഞത്. എന്നിട്ടും അവൻ അത് ഒരുമാതിരിയൊക്കെ ഒപ്പിച്ചെടുത്തു. ഇനിയിപ്പോ അവൻ ശബരിമലയ്ക്ക് പോവാ. അയ്യപ്പസ്വാമി കഴിഞ്ഞിട്ട് ഇനി അവൻ തിരിച്ചു വന്ന് വീണ്ടും തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവന്റെ കാലിന്റെ ചലനശേഷി കിട്ടില്ലേ അമ്മേ? ഏയ്, അത് മാത്രം നടക്കത്തില്ല എന്റെ പ്രതാപ. അതുകൊണ്ടാണ് ബാക്കി ഭാഗ്യമൊക്കെ ലക്ഷ്മിക്ക് കിട്ടിയത്. അല്ലമ്മേ, അന്ന് പോയ ആ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് നമുക്ക് ഒന്നുകൂടെ പോയാലോ? ആ, പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ മണ്ഡലകാലം കഴിയുന്നത് വരെ അയ്യപ്പനെ ഒന്ന് മുറുകെ പിടിക്കുന്നത് നല്ലതാ. മലയ്ക്ക് പോകുന്നവൻ മടങ്ങി വരായിരുന്ന അത്രയും നല്ലതല്ലേ അമ്മേ? എടാ, പക്ഷേ കൂടെ പോകുന്ന വേറെ ആളുകളുണ്ട്. അവരെങ്ങനെയെങ്കിലും ഒക്കെ വലിച്ചവനെ മുകളിലോട്ട് കൊണ്ടുപോകും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ആ ക്ഷേത്രത്തിലെ പൂജാരിയെ നമുക്ക് ഒന്നുകൂടെ ചാക്കിട്ടാലോ? എന്നാ ഇപ്പൊ തന്നെ അതിന് പറ്റിയൊരു ചാക്ക് നീ കണ്ടുവയ്ക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അയാളെ നേരെ ചാക്കിലാക്കി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അമ്മേ, അമ്മേ, എന്തിനാ അമ്മേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എങ്ങനെങ്കിലും അവന്റെ അവളുടെയും നാശം ഒന്ന് കണ്ടാ മതി എനിക്ക്. എന്റെ പ്രതീക്ഷയെല്ലാം പോയടാ പ്രതാപ. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന മാർക്കോയെ ഒരു മനുഷ്യജീവിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവനാടാ. അവനെ പോലെ ഒരുത്ത ഇല്ലായിരുന്നെങ്കിൽ കണ്ണനും കാണത്തില്ലായിരുന്നു, ലക്ഷ്മിയും കാണത്തില്ലായിരുന്നു. പക്ഷെ ഉണ്ടായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എടാ, നീ അന്ന് ഗുണ്ടകളെ വിട്ട് ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയത് അവൻ അറിഞ്ഞിട്ടേ നിന്നെ വിളിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. അതിനുശേഷം നീയും അവനും തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. എന്റെ ഭാഗ്യത്തിന് കണ്ടിട്ടില്ല. ആ, കാണാഞ്ഞത് നന്നായി. അല്ലെങ്കിലേ അവൻ നിന്നെ കാലേ വാരി നിലത്ത് കുത്തിയാനെ. ആ, എന്നാ പിന്നെ വൈകിട്ടെ നമുക്ക് നേരെ അയ്യപ്പന്റെ അമ്പലത്തിലേക്ക് പോകാം. അല്ലെങ്കിലേ നമ്മുടെയൊക്കെ നാശത്തിന് വേണ്ടി ജനിച്ചവള് അയ്യപ്പന്റെ അടുത്ത് പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരിക്കും. അവക്ക് പിന്നെ അമ്പലത്തിലോട്ടൊന്നും പോകണ്ടല്ലോ. ശക്തിയുള്ളൊരു വിഗ്രഹം അവളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവളുടെ ശത്രുക്കളെ അയ്യപ്പൻ ശിക്ഷിക്കാതിരിക്കാൻ നമ്മള് ഇടയ്ക്കിടയ്ക്ക് അവിടെ വരെ ഒന്ന് പോകുന്നത് നല്ലതാണ്. ആ മാർക്കോയും അയ്യപ്പ വിഗ്രഹവും അവന്റെ അവളുടെ അടുത്ത് ഒന്നും പോകാതെ നമ്മുടെ ആഗ്രഹം ഒന്നും നടക്കില്ലടാ. അത് അനുഭവത്തിലൂടെ ഞാനും നീയും ഒക്കെ പഠിച്ച കാര്യല്ലേ. അയ്യപ്പാ, സന്നിധാനത്ത് വരുന്ന കണ്ണനെ തിരിച്ചയക്കാതിരിക്കാൻ നീ ഒന്ന് കനിയണേ.